നമസ്കാരം. നിലമ്പൂരിൽ റിസൾട്ട് എന്ന് വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ, വലിയ രീതിയിലേക്ക് വലിയ നമ്മള് പറഞ്ഞ പോലെ അൻവർ വലിയ രീതിയിലേക്ക് വോട്ട് പിടിച്ചിട്ടുണ്ടല്ലേ? അതെ 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 ആ സർവേയിൽ പറഞ്ഞ ഒരു അഭിപ്രായം പറയാൻ മടിച്ചു നിന്ന കുറെ പേരുണ്ടല്ലോ, അതിൽ വലിയൊരു വിഭാഗം അൻവറിന് വോട്ട് ചെയ്യാൻ നിന്നവരായിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും നമ്മള് പറഞ്ഞത് നല്ല രീതിയിലേക്ക് അൻവർ വോട്ട് പിടിക്കും. കാരണം ആകെ അന്ന് 600 പേരെ അഭിപ്രായം തേടിയ സമയത്ത് അതിൽ 4/1 150 പേരാണ് അഭിപ്രായം രേഖപ്പെടുത്താതെ മാറി നിന്നത്. അപ്പൊ അതിൽ വലിയൊരു വിഭാഗം അൻവറിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണേണ്ടതുണ്ട്. അതെ. അപ്പോ ആര്യാടൻ ഷൗക്കത്ത് നല്ല രീതിയിലേക്കുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിലും അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പം 2300-ഓളം വോട്ടിന്റെ ലീഡ് ഇപ്പൊ 3 റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച ലീഡുണ്ട്. പക്ഷേ അൻവർ ഘടകം ഏതാണ്ട് ഇപ്പൊ 5000 വോട്ടോളം ഈ 3 റൗണ്ട് ആകുമ്പോഴേക്കും അദ്ദേഹം നേടിക്കഴിഞ്ഞു. അപ്പം LDF അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞ ആ വോട്ടും അദ്ദേഹം 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ മറികടന്നു കഴിഞ്ഞു. LDFന്റെ വിലയിരുത്തൽ അവസാനം 1600 ചില്ലാനും വോട്ടിന് സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞ CPMന്റെ ഔദ്യോഗിക വിലയിരുത്തലിൽ അൻവറിന് ആകെ പറഞ്ഞിട്ടുള്ളത് 5000 വോട്ടോ 5000-ൽ പരം വോട്ടോ മാത്രമാണ്. അതിപ്പോ 3 റൗണ്ട് ആകുമ്പോഴേക്കും തന്നെ അൻവർ മറികടന്നു കഴിഞ്ഞു. ഇനിയിപ്പം ധാരാളം റൗണ്ടുകൾ ഇനിയും ബാക്കിയുണ്ട്. അല്ല, നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ അൻവർ എന്നുള്ള ഒരു പടക്കുതിര എന്തായാലും അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ശരിക്കും അൻവർ എന്നുള്ള വ്യക്തിക്ക് ഒരു പാർട്ടി സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചു എന്ന് വേണം പറയാൻ. പക്ഷെ വേറെ വിഷയം, അതിന്റേതായ സെറ്റപ്പുകളൊന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അൻവർ വരും കാലങ്ങളിൽ അൻവർ തലവേദനയായി മാറും എന്നുള്ളത് 9 കൊല്ലത്തോളം MLA ആയിരുന്നയാളാണ്. അതിനു മുമ്പ് തന്നെ വയനാട് പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. മലപ്പുറം രാഷ്ട്രീയത്തിൽ യുവ നേതാവ് എന്നുള്ള നിലയിൽ നിറഞ്ഞു വന്നയാളാണ്. ആ രീതിയിൽ വലിയ ജനസ്വാധീനം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമുള്ള ഒരു നേതാവാണ്. അല്ലാതെ എവിടെ നിന്നെങ്കിലും പിന്നെ കെട്ടിയിറക്കി വന്ന ആളല്ല. അവിടെ തന്നെ കളിക്കുന്ന ഒരാളാണ്, നല്ല കളി കളിക്കുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയ ആളെന്നുള്ള നിലയിൽ കുറെ ആളുകളെ അദ്ദേഹം LDF-ഉമായും UDF-ഉമായും പ്രത്യേകിച്ച് കോൺഗ്രസുമായും CPM-ഉമായും സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അതിന് മുന്നണി പോരാളിയായിട്ട് നിൽക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തോടൊപ്പം കുറെ ആളുകളുണ്ട്. മാത്രവുമല്ല, ഞാൻ കാണുന്നത് ഈ വോട്ട് LDF-ന്റെയും UDF-ന്റെയും അൻവറിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഈ പറയുന്ന തരത്തിൽ 3 റൗണ്ട് ആകുമ്പോഴേക്കും 5000 വരില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഭവം രണ്ടുപേർക്കും സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. കൂടാതെ ഏത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും അതിനൊരു ആന്റി വോട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ ഏത് പാർട്ടിയാണെങ്കിലും അത്തരം, എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടികളിലെയും പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയോട് എതിർപ്പുള്ള ഒരു റബൽ വോട്ടുകളെല്ലാം പോയി വീണത് എനിക്ക് തോന്നുന്നു ഈ അൻവറിൽ പോയി വീണെന്ന് തോന്നുന്നു. CPM-ന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടാവും. വിശദമായ കണക്കുകൾ പുറത്തു വന്നാൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മൾ പറയേണ്ട ഒരു വിഷയം, അൻവർ എന്നുള്ള വ്യക്തി വന്നതിൽ പിന്നെ, ഞാൻ മുൻപും പറഞ്ഞ വിഷയമാണ്, അൻവർ എന്ന വ്യക്തി വന്നതിൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ അണികൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതൊരു പോയിന്റാണ്. അതുപോലെ തന്നെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, അതായത് അൻവർ ഞങ്ങൾ മാറി നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുണ്ട്. അത് അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. ആ അടുപ്പമുണ്ടല്ലോ, അതെ, സഹായിച്ചതാവാം, അതെ, കൂടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ ഒപ്പം നിന്നതാവാം, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ തറയ്ക്കുന്ന തരത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ അതിൽ കൊത്തിയ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത് പോരുന്നവർ പാരമ്പര്യമായിട്ട് അങ്ങനെ കുറച്ചു പേർ 1% പോന്നാൽ പോരെ. 1% വോട്ട് ഇപ്പുറത്തേക്ക് മാറിയാൽ പോലും അത് വലിയൊരു നമ്പറായിട്ട് മാറും തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും ഒരു ട്രൈപോളാർ എന്നൊക്കെ പറയുന്ന ഒരു ത്രികോണ മത്സരമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ 1% വോട്ട് പോലും വളരെ നിർണായകമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ 2300-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പൊ 3 റൗണ്ട് പൂർത്തിയാവുന്ന സമയത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു UDF പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് ഇത് എത്തിച്ചേരുമെന്നാണ്. UDF നേതാക്കൾ കൃത്യം എണ്ണമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ട ലീഗിന്റെ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 10 മുതൽ 15 വരെയുള്ള വോട്ടിന് ഷൗക്കത്ത് ജയിക്കുമെന്നാണ്. ആ ഒരു ലെവലിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ട്രെൻഡ് കാണുമ്പോൾ പറയാൻ കഴിയും. തീർച്ചയായും ബലാബലം ആണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ അൻവറിന്റെ റാലിക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന് വലിയ രീതിയിലേക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഈ റാലി കഴിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് വന്നതെന്ന് വേണം പറയാൻ. പക്ഷെ അതെടുത്തു പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. PV അൻവർ പിക്ചറിൽ ഇല്ലാത്ത ആള് ആ റാലി കഴിഞ്ഞതിന് ശേഷം പിക്ചറിൽ നേരെ തിരിച്ചു വരുന്നു. പക്ഷേ അതിൽ നിന്നാണ് അൻവർ ക്ലച്ച് പിടിക്കുന്നത് എന്ന് വേണം പറയാൻ.
അതോടൊപ്പം തന്നെ മുൻപ് രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു, നല്ല മത്സരം ഉണ്ടായിരുന്നു, അത് ത്രികോണമായി മാറി. ഞാൻ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ബാലചന്ദ്ര മേനോനാണ് അൻവർ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, പാട്ട് പാടിയത്, ഇതെല്ലാം അൻവറിൻ്റെതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് അൻവറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അൻവർ ചർച്ച ചെയ്യപ്പെടില്ല എന്ന് ഒരു നിലപാട് ഇപ്പൊ CPM സ്വീകരിച്ചത് അത് അവഗണിക്കുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അൻവർ ചർച്ച ചെയ്യപ്പെടും. അത് എവിടെ നിന്ന് ആരുടെ വോട്ട് കവർന്നുകൊണ്ടാകും അൻവറിന്റെ സ്വാധീനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്. പിന്നെ UDFന്റെ വോട്ടാണ് പിടിക്കുക എന്ന് ഒരു കൂട്ടർ പറഞ്ഞു, LDFന്റെ വോട്ടാവും പിടിക്കുക എന്ന് പറഞ്ഞു. അത് ഏത് തരത്തിലായാലും അൻവർ ഇപ്പോൾ വോട്ട് പിടിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇടതുപക്ഷം പറഞ്ഞത് വെറും വോട്ടുകൾ കിട്ടാതെ രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ് അല്ലെ, വലിയ രീതിയിലേക്ക്. പക്ഷെ അൻവറിന് ഉറപ്പായിട്ടും അൻവറിന് നിലമ്പൂരിൽ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അൻവർ തീർച്ചയായും രാഷ്ട്രീയ പിക്ചറിൽ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് രാഷ്ട്രീയ പിക്ചറിലേക്ക് തിരിച്ചു വരുന്ന പൊളിറ്റീഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? VD സതീശൻ എന്ന് പറയുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധനെ നിങ്ങൾ അതിൽ കാണുന്നുണ്ടോ? തീർച്ചയായും അൻവർ ഇത്തരത്തിൽ വോട്ട് പിടിച്ചാൽ പോലും UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അൻവർ എന്ന് പറയുന്ന ഒരു തലവേദന വെറുതെ എടുത്തു വെക്കണ്ട, അല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് പല നേതാക്കളും അങ്ങനെ അല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്ന ഒരു ആശങ്ക ഉയർത്തിയപ്പോഴും സ്റ്റേൺ ആയിട്ട് നിന്ന് അൻവർ വേണ്ടതില്ല, അല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടിയ ഒരു ഷ്രൂഡ് പൊളിറ്റീഷ്യൻ, വളരെ കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധനെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും വലിയ റിസ്ക് ഇതിലുണ്ടായിരുന്നത്. തീർച്ചയായും അൻവറിനെ തള്ളിക്കളയുകയും UDF അല്ലാതെ തന്നെ മത്സരിക്കുകയും ആ നിലമ്പൂരിൽ ജയിച്ചു വരികയും ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃപദവിയൊന്നും പോവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ പ്രതിപക്ഷ അത് വലിയ രീതിയിലേക്ക് തെറ്റായ ഒരു വാക്കല്ലേ. അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ് അല്ലെ. വെറും ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം വെച്ച് ഒരു നിലമ്പൂരിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം കളയാൻ കഴിയുമോ? മുൻപ് ജയിച്ച സ്ഥലങ്ങളില്ലേ, പാലക്കാട് ജയിച്ചില്ലേ? പ്രതിപക്ഷ നേതൃസ്ഥാനം പോവുക എന്നുള്ളതല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനമായിട്ടാണ് അത് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർബന്ധം അതിലുണ്ട് എന്നാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു റിസ്ക് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 10-11 മാസം മാത്രം ബാക്കിയിരിക്കെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായും. അപ്പോ അൻവർ എന്നുള്ള വ്യക്തി അത്യാവശ്യം നല്ല രീതിയിലേക്ക് വോട്ട് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പ്രതീക്ഷകള് ശരിക്കും അൻവറിന് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലെങ്കിലും അത്യാവശ്യം തന്റെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടില്ല എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോ നന്ദി.